ഇനി നിങ്ങളുടെ മുന്നിൽ നിന്ന് യാചിക്കാനും കാലു പിടിക്കാനൊന്നും എന്നെ കിട്ടില്ല. വേണമെങ്കിൽ ഇതൊരു ഭീഷണിയാണെന്ന് തന്നെ കരുതിക്കോ. എന്റെ മോളെ ഈശ്വരമംഗലത്ത് കൊണ്ടുപോയി നിർത്തി ചികിത്സിച്ച് പഴയപടിയാക്കി തിരിച്ചു തന്നില്ലെങ്കിൽ നീതി അകത്ത് കിടന്ന് അഴിയെണ്ണു എന്നതിൽ യാതൊരു സംശയമില്ല. ഓർത്തോ നീ? ഗൗതം, എത്ര പണം ചെലവായാലും കുഴപ്പമില്ല. ശിവാനി നമുക്ക് ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഞാൻ എൻ്റെ ഡോക്ടർ സുഹൃത്തുക്കളൊക്കെ വിളിച്ചന്വേഷിച്ചതാ. ഇത്തരം കേസുകൾക്ക് ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റല് ഇതാണെന്നാണ് എല്ലാവരും പറയുന്നത്. അമ്മ ഇങ്ങനെ ഭീഷണിയായിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഗൗതം? അതൊന്നും എനിക്കറിയില്ല. കൂടെ നിർത്തിയില്ലേ ആ കുട്ടി മൊഴി മാറ്റി പറയും. അങ്ങനെ ഉണ്ടായ നിധിയെ കസ്റ്റഡി എടുക്കേണ്ടി വരും. ഗൗതം എന്താ ആലോചിക്കുന്നത്? ഗൗതം എന്തായി ആലോചിക്കുന്നത്? ഡിസ്ചാർജ് ആയാൽ പോലും ശിവാനിയെ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ കൂടെ നിർത്തുന്നതായിരിക്കും ബുദ്ധി. ഗൗതം എന്തെങ്കിലും ഒന്ന് പറ, എനിക്ക് ആകെ ടെൻഷൻ ആവുക. തൽക്കാലം എനിക്ക് നിന്നെ സേഫാക്കിയേ പറ്റൂ. ശിവാനി ഇനി മൊഴി മാറ്റി പറയാൻ പാടില്ല. അതിനൊരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? മഹേഷ് സാറ് പറഞ്ഞതുപോലെ ശിവാനി അവളുടെ അമ്മയുടെ കൺട്രോളിലേക്ക് പോകരുത്. അവൾ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് ഡിസ്ചാർജ് ആകുമ്പോൾ ശിവാനിയെ നമുക്ക് ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോകാം.